ഈ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അതായത് പള്ളിയുടെ കമാനത്തിലേക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ പള്ളിയുടെ കമാനത്തിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറുന്നു, ആംബുലൻസ് അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ നിരവധി അപകടങ്ങൾ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കിടയിൽ ഈ റോഡിൽ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ തിരികെ എത്താം. പത്തനംതിട്ടയിലെ റോഡ് അപകടങ്ങളെപ്പറ്റി ഇന്നലെ മിഥുൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. ജീവനെടുക്കുന്ന അപകടക്കെണികൾ ഒളിഞ്ഞിരിക്കുന്ന റോഡാണ് പത്തനംതിട്ടയിലെ ഇത്. പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ജില്ലയുടെ കടന്നുപോകുന്ന 45 കിലോമീറ്റർ ഭാഗത്ത് അപകടങ്ങൾ ഒഴിഞ്ഞ ദിവസങ്ങളില്ല. വളവുകൾ നിവർത്താതെയുള്ള റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾ പതിവാക്കുന്നത്. ആ റിപ്പോർട്ട് കണ്ടിട്ട് വരാം. ആവർത്തിക്കപ്പെടുന്ന അപകടങ്ങളാൽ ചോരക്കളമായി മാറിയ റോഡാണിത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അപകട പരമ്പരകൾ ഉണ്ടായപ്പോൾ നാട്ടുകാർ അധികൃതർക്ക് പരാതികൾ നൽകിയതിന് കണക്കില്ല. പക്ഷെ നടപടികളൊന്നും ഉണ്ടായില്ല. ഒരു വലിയ അപകടത്തിന് കാത്തു നിൽക്കും പോലെ അനങ്ങാപ്പാറ നയം തുടരുകയാണ് അധികൃതർ. ഒരു വർഷം മുമ്പ് റോഡിന് സമീപത്തെ പള്ളിയുടെ കമാനത്തിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ നാട്ടുകാർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അന്നുണ്ടായ ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഈ അപകടം നടന്ന പള്ളിപ്പടിയിൽ നിന്നും അല്പം മാറി കുമ്പഴ മല്ലശ്ശേരിയിലുണ്ടായ മറ്റൊരു അപകടത്തിന്റെ ദൃശ്യത്തിലേക്ക്. ഡിവൈഡറിൽ കാറിടിച്ചായിരുന്നു അപകടം. അപാകതയിൽ നിർമ്മിച്ച ആ ഡിവൈഡർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. 2 ആഴ്ച മുൻപാണ് കലഞ്ഞൂരിൽ രോഗിയുമായി പോയ ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. മൈലപ്രയിൽ അടുത്തിടെ ശബരിമല തീർത്ഥാടകരുടെ വാഹനവും അപകടത്തിൽപ്പെട്ടു. കൊടുംവളവിൽ നിയന്ത്രണം തെറ്റിയും അമിത വേഗത്തിലെത്തി മറ്റു വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയുമാണ് അപകടങ്ങൾ ഏറെയും. റോഡിന്റെ അലൈൻമെന്റിലടക്കം അശാസ്ത്രീയ നിർമ്മാണം നടന്നതിന്റെ ഫലമാണ് അപകട പരമ്പരയെന്ന് നാട്ടുകാർ പറയുന്നു. ഏകദേശം 14 മീറ്ററിന് ഉള്ളിലാണ് റോഡിന്റെ നിർമ്മാണം. നമുക്കറിയാം, ഒരു ഹൈവേ എന്ന് പറയുമ്പോൾ 14 മീറ്ററിനുള്ളിൽ എങ്ങനെ, അതും ദിനംപ്രതി വാഹനങ്ങൾ പെരുകുകയാണ്. അതുപോലെ തന്നെ അലൈൻമെന്റ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അലൈൻമെന്റ് തന്നെ ഏകദേശം വ്യത്യാസമാണ്. വളവുകൾ കൃത്യമായ അപകടകരമായ വളവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിർമ്മാണത്തിൽ കൃത്യമായ അപാകതയാണ്, അലൈൻമെന്റിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ പാകപ്പിഴവാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വകയാർ, കോന്നി, ചിറ്റൂർമുക്ക്, ഇലകൊള്ളൂർ, മല്ലശ്ശേരിമുക്ക്, മണ്ണാർകുളഞ്ഞി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അപകടങ്ങൾ പതിവാണ്. മിക്കവാറും സമയം ജനത്തിരക്കേറിയ റോഡുമാണിത്. സ്കൂളുകളടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ മേഖലകളിലുണ്ടെന്നതും നെഞ്ചിടിപ്പ് കൂട്ടുന്നു. ഇത്രയധികം വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന റോഡിൻ്റെ വീതിയോ മറ്റുള്ള കാര്യങ്ങൾ തന്നെ ഈ റോഡിനില്ല. പിന്നെ ഈ പറഞ്ഞ റോഡിൻ്റെ വളവ് നിവൃത്തിയാണെന്നുണ്ടെങ്കിൽ ചെയ്തുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരെ നിന്ന് ഡിസ്റ്റൻസിൽ അധികം ദൂരെ നിന്ന് വരുന്നൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വാഹനത്തെയാണെന്നോ എതിരെ വരുന്നൊരു വാഹനത്തിനെ കാണാൻ പറ്റുന്ന രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. വളവുകൾ നൂത്തി ചെയ്യുമോ തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇത് ചെയ്തിട്ടില്ല. റോഡ് ലെവലായിട്ട് ചെയ്താൽ ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവനങ്ങൾ രക്ഷപ്പെടും. അപകട സൂചന ബോർഡുകളും വിളക്കുകളും പോലും ഈ പാതകളിൽ കാര്യമായില്ല. അപകടങ്ങൾ പതിവായ റോഡിന്റെ നിർമ്മാണ അപാകതകൾ പരിഹരിക്കാൻ അധികൃതർക്ക് എന്തേ വൈമുഖ്യം? വിലപ്പെട്ട മനുഷ്യജീവനുകൾ ഇനിയും റോഡുകളിൽ പൊലിയാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് നാട്ടുകാർക്കൊപ്പം ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.